തിരുവനന്തപുരം ശംഖുമുഖം ആറാട്ടുകടവിലെ ആചാരലംഘനത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദി. അവിടെ ആറാട്ട് മഹോത്സവത്തിന് കളങ്കം ചാർത്തുന്ന യാതൊരു നിർമ്മാണവും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി എടുത്തിരിക്കുന്നത്. ആറാട്ടിനെത്തുന്ന ശ്രീപത്മനാഭസ്വാമിയുടെ ഗരുഡവാഹനവും ആറാട്ട് മണ്ഡപവുമായുള്ള കാഴ്ച മറയ്ക്കുന്ന പടിക്കെട്ടുകൾ പൊളിച്ചു മാറ്റണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നു. തന്ത്രി നമ്പൂതിരിപ്പാട് ഇവിടെ വന്ന് അദ്ദേഹം പൂജാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു ഭക്തജന സംഘടന എന്നുള്ള നിലയ്ക്കും ഹൈന്ദവ സംഘടന എന്നുള്ള നിലയ്ക്കും ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് സുവ്യക്തമാണ്. ഇവിടുത്തെ ഭക്തജനങ്ങളെ സംബന്ധിച്ചും ഇവിടെ വരുമ്പോൾ ഏതാണ്ട് ഒരു 50,000-ൽ-അധികം ആൾക്കാരാണ് ആറാട്ട് ദർശനത്തിന് വേണ്ടി ശംഖുമുഖം കടപ്പുറത്ത് എത്തുന്നത്. നമുക്കറിയാം, ഇന്ന് കടലിങ്ങ് വളരെ കയറിയുടെ തീരം കുറവാണ്. ആ തീരം കുറവായപ്പോൾ തന്നെ സ്വാഭാവികമായും എവിടെ നിന്നും കാണുന്ന തരത്തിലാണ് ഈ മണ്ഡപം ആദ്യം തന്നെ നിർമ്മിക്കപ്പെട്ടപ്പോൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു മണ്ഡപത്തെ ഒരു ഭീമമായ ഒരു സ്റ്റെപ്പ് കൊണ്ട് നിർത്തിക്കൊണ്ട് അവിടെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ പുതിയ നിർമ്മിതിയിലൂടെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഹിന്ദു ഐക്യവേദി കൃത്യമായ നിലപാട് പറയുകയാണ്. ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം കിട്ടുന്ന തരത്തിൽ ആ പടിക്കെട്ടിൻ്റെ ഉയരം കുറച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഇറിഗേഷൻ വകുപ്പ് ഇത് പൂർത്തിയാക്കണമെന്നുള്ളതാണ് ഹൈന്ദവ സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ശരി, വിവരങ്ങളുമായി വീണ്ടും MS വീണ ഒപ്പം ശരിയാണ്. വീണ, ആരാണ് ഈ ആചാരങ്ങളെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? കൃഷ്ണരാജ്, അശ്വതി, മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ് ഇത്തരത്തിൽ ശംഖുമുഖം തീരത്ത് അത് കടലാക്രമണങ്ങൾ തടയുന്നതിനും ഒപ്പം തന്നെ തീരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെയും ഭാഗമായി ഇത്തരത്തിലുള്ള ആറാട്ട് കടവിന് സമീപത്തായി തന്നെ ഇരുവശങ്ങളിലും പടിക്കെട്ടുകളും മധ്യഭാഗത്ത് റാമ്പും നിർമ്മിക്കുന്നതിനുള്ളൊരു തീരുമാനമെടുത്തതെന്നുള്ളതാണ്. ഈ തീരുമാനമെടുത്ത് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഈ ഒരു വാർത്ത കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജനൻ TV പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഹൈന്ദവ സമൂഹത്തിൽ നിന്നും ഒപ്പം തന്നെ പത്മനാഭസ്വാമിയുടെ വിശ്വാസി സമൂഹത്തിൽ നിന്നും വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് ശംഖുമുഖം തീരത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹൈന്ദവ സമൂഹവുമായോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രവുമായോ ഈ ബന്ധപ്പെട്ട ചടങ്ങ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കൂടിയാലോചനയും ഇല്ലാതെ, നഗരസഭയും പോലുമായി കൂടിയാലോചന ഇല്ലാതെയാണ് ഇറിഗേഷൻ വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം നടത്തുന്നതെന്നുള്ളൊരു ആരോപണവും ആക്ഷേപവും ഒക്കെ ശക്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം നമുക്കറിയാം, നമ്മുടെ സംസ്കാരത്തിന് പരമായി ഒപ്പം തന്നെ ആചാരങ്ങളുടെ പരമായും ഹൈന്ദവ ആചാരങ്ങളുടെ പരമായും ഒരു വർഷത്തിൽ 2 തവണയാണ് പത്മനാഭസ്വാമിയുടെ ആറാട്ട് നടക്കുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്തെവിടെയും നടക്കാത്തതാണ് ഒരു എയർപോർട്ട് ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായി അടച്ചിടുക എന്നുള്ളതാണ്, ആ സർവീസുകൾ നിർത്തിവെക്കുന്നത് എന്നുള്ളത്. അത് ഒരു വർഷത്തിൽ 2 തവണയാണ് നടക്കുന്നത്. അൽപ്പശി ഉത്സവവും പൈങ്കുനി ഉത്സവവും. ഈ ഉത്സവങ്ങളുടെ ഭാഗമായിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി ഗരുഡ വാഹനത്തിൽ പത്മനാഭസ്വാമിയൊപ്പം തന്നെ 2 മൂർത്തികളെയും വഹിച്ചുകൊണ്ട് ആചാരപരമായി വനിതകൾ ഉൾപ്പെടെ കയ്യിൽ വിളക്കുകളൊക്കെ ഏന്തിക്കൊണ്ട് ഈ ഒരു തീരത്തേക്ക് അണയുന്നത് എന്നുള്ളതാണ്. മണിക്കൂറുകൾ നീണ്ടുന്ന ഒരു ചടങ്ങാണ്. തുടർന്ന് സ്വാമി ആറാടുന്ന കഴിയുന്നത് വരെ ഈ ആറാട്ട് മണ്ഡപത്തിൽ മറ്റ് പൂജകളും മറ്റ് ചടങ്ങുകളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പടിക്കെട്ടുകൾ നിർമ്മിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഈ ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ ആറാട്ട് മണ്ഡപത്തെ മറച്ചു പിടിക്കുന്ന തരത്തിലാണ് നിർമ്മാണങ്ങൾ നടക്കുക എന്നുള്ളതാണ് പരിശോധനയിൽ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആറാട്ട് കടവ് പരിസരത്തെത്തി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് പരിശോധന നടത്തിയിരുന്നു. ഇറിഗേഷൻ വകുപ്പ് അപ്പോഴും പറയുന്നത് 2 ഭാഗങ്ങളിലും പടിക്കെട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് റാമ്പ് മധ്യഭാഗത്തു കൂടി നിർമ്മിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതിനാൽ തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഹിന്ദു ഐക്യവേദി സ്വീകരിക്കുന്നതും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി അത് സംബന്ധിച്ചുള്ള ഒരു നിലപാട് തന്നെയാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു പുനരാലോചന വേണം, അത് പുനരാലോചിച്ച് വേണം ഒരു നിർമ്മാണവുമായി മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു ആവശ്യമാണ് ഉയരുന്നത്. ഇത് ഇത്തരത്തിലാണെങ്കിൽ അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ആറാട്ട് ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിൽ വലിയ തരത്തിൽ തടസ്സം സൃഷ്ടിക്കുമെന്നുള്ള ആശങ്ക കൂടി ഉയരുന്ന സാഹചര്യം. എന്തായാലും വ്യാപകമായിട്ടുള്ള ഒരു പരാതി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലും ഹൈന്ദവ സമൂഹത്തിൽ നിന്നും ഒപ്പം തന്നെ പത്മനാഭസ്വാമിയുടെ വിശ്വാസികളിൽ നിന്നും ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുമ്പോൾ അത് വീണ്ടും പുനർചിന്തയ്ക്ക് വിധേയമാക്കണം, ആ നടപടി പുനഃപരിശോധിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ശക്തമാകുന്നത്. എന്തായാലും ഇറിഗേഷൻ വകുപ്പ് ഇതിൽ ഒരു പുനരാലോചന നടത്തണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളൊരു ആവശ്യമാണ് ഉയരുന്നത്. കൃഷ്ണരാജ്, അശ്വതി.